ഇപ്പൊ വിധേയത്തിൽ കമ്മീഷനിൽ 70 മൊഴികൾ 70 കക്ഷികളെ വിസ്തരിച്ചു വിധേയത്തിൽ കമ്മീഷൻ. നിങ്ങൾ മനസ്സിലാക്കണം കോവായിക്കാരെ, അതില് നാലാമത്തെ കക്ഷിയുടെ പേര് CPI ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ വിധേയത്തിൽ കമ്മീഷൻ വിസ്തരിച്ചു, AIYF വിസ്തരിച്ചു. ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി എന്താണെന്നറിയോ? ഈ വർഗീയ കലാപം ഉണ്ടാക്കിയത് CPM ആണ്. വർഗീയ കലാപത്തിന്റെ മുമ്പ് രഘു എന്ന് പറയുന്ന അവിടുത്തെ CPM പ്രവർത്തകൻ ആ ഘോഷയാത്ര പോകുന്നവരെ അപകടകരമാം വിധം പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആസൂത്രിതമായി CPM ഉണ്ടാക്കിയ കലാപമാണ് തലശ്ശേരി കലാപം. തീരുന്നില്ല. 972 കലാപത്തിന്റെ തൊട്ടടുത്ത വർഷം CPI ഒരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നിരന്തരമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കളവ് ഇങ്ങനെ പറയാ. ഇവര് പറയാ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കാവലെന്നല്ലാണ് എന്ന് പറയാ. എന്നിട്ട് ഇത് മുഴുവൻ കൊള്ളടിച്ച് കൊണ്ടുപോയിട്ട് ഞാനിത് പരിശോധിച്ചപ്പോ CPIയുടെ ഒരു ലഘുലേഖ വന്നു. അതിന്റെ തലക്കെട്ട് എന്താ? ഞങ്ങള് നേതൃത്വം ആരുടേത്? പിണറായി വിജയ മറുപടി പറയുമോ? 5 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം രസമുള്ള ചോദ്യമാണ്. എന്താ അറിയോ? ഒന്നാമത്തെ ചോദ്യം, ആലിയമ്പത്ത് മമ്മൂട്ടിയുടെയും കോമത്ത് മമ്മൂക്കയുടെയും പീടികയിൽ നിന്നും അരിയും പഞ്ചസാരയും സോപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊള്ളയടിച്ച് നടത്തി കൊള്ള മുതൽ വിതരണം ചെയ്തതിന് ശേഷം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അരിയും പഞ്ചസാരയും ഒക്കെ തീർന്നോ എന്ന് തോട്ടുമ്മൽ ബസാറിൽ വെച്ച് വിജയ, നിന്റെ പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവ് മറ്റൊരു നേതാവിനോട് ചോദിച്ചതിനെ കുറിച്ച് വിജയൻ അറിയുമോ? എന്നുവെച്ചാൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ മമ്മൂക്കാന്റെയും മമ്മൂട്ടിക്കാരുടെയൊക്കെ ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയ സാധനം CPM വിതരണം ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നുപോയോ എന്ന് ഒരു CPI നേതാവ് മറ്റേ CPM നേതാവിനോട് ചോദിച്ചത് വിജയ നിനക്കറിയുമോ എന്നാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, പറയണത് CPI ആണ്. മൂന്നാമത്തെ ചോദ്യം, പള്ളിക്ക് തീ വെച്ച് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഡൈനാമിറ്റ് കൊണ്ടുവന്ന് CPM പ്രവർത്തകൻ പള്ളി തകർത്തത് വിജയ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. CPI ആണ്, ലീഗിന്റെ നോട്ടീസ് അല്ല, കോൺഗ്രസിന്റെ നോട്ടീസ് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര പച്ചക്ക് തലശ്ശേരിയിലെ കൊള്ള നടത്തി അവിടെ മുസ്ലിങ്ങളെ മാറ്റി അവരെ ആക്രമിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, 33 പള്ളി തകർത്തു. 1, 2 അല്ല, 33 പള്ളി. RSS അത്രേ. വിധേയത്തിൽ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? 33 പള്ളികളിൽ 15 പള്ളികളുടെ കിലോമീറ്റർ ദൂരത്ത് പോലും ഒരു RSS കാരനോ ജനസംഘകാരനോ ഇല്ല. കിലോമീറ്റർ ദൂരത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത്. 33 പള്ളികളിൽ 15 പള്ളികളുടെ. ഇതിൽ വേറൊരു രസമുണ്ട്. പിണറായി പാറപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഈ പള്ളി പൊളിക്കണത് 30-ാം തീയതി രാത്രി ആയപ്പോ, ഇന്നത്തെ പോലത്തെ ഈ ലൈറ്റും സംഭവമൊന്നും ഇല്ലല്ലോ, അപ്പോ പൊളിക്കാൻ പറ്റണില്ല, വെളിച്ചല്ല. അപ്പൊ വെട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുകയാണ്. അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തെ പൊളി നിർത്തിവെച്ചു. ഡിസംബർ 31 പൊളി നിർത്തിവെച്ച്, ഡിസംബർ 30 പൊളി നിർത്തിവെച്ച് 31 ആ പള്ളിയുടെ പൊളി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വിധേയത്തിൽ കമ്മീഷനാണ്. തീരുന്നില്ല സഖാക്കളെ. ആ പള്ളി പൊളിച്ചതിൽ ഒരാളുടെ പേര് എന്താണെന്ന് അറിയുമോ? സഖാവ് കുമാരൻ എന്നാണ്. ഈ സഖാവ് കുമാരൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായ സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരനാണ്. അറിയാം, സഖാവ് പിണറായി വിജയന്റെ മെനഞ്ഞാന്ന് ഞാനിത് പ്രസംഗിച്ചപ്പോ ഒരു ചാനലിൽ പറഞ്ഞു, 72 മണിക്കൂറായി ഞാൻ പറഞ്ഞിട്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും, ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വരുമല്ലോ, എന്തേ മിണ്ടാത്തത്? സഖാവ് പിണറായി വിജയന്റെ മൂത്ത സഹോദരൻ പാറപ്പുറത്തുള്ള പള്ളി പൊളിച്ചതിലെ പ്രതിയാണ് തലശ്ശേരി കലാപത്തിലെ. നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിലാണ് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര രസകരമായിട്ട്. എന്നിട്ട് പറയാൻ UK കുമാരൻ ഷഹീദായത്രേ. ഈ UK കുമാരൻ എന്ന് പറഞ്ഞ ഒരുത്തനെ അയാൾ കൊല്ലപ്പെട്ടതിന്റെ ഈ കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ FIR ഞാൻ വെല്ലുവിളിക്കുക സഖാക്കളെ, UK കുമാരന്റെ പേര് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്?
31-ാം തീയതി അവസാനിച്ച കലാപത്തിന്റെ പേരിൽ 1-ാം തീയതി 3-ാം തീയതി കള്ള് ഷാപ്പിൽ മരിച്ചു കിടക്കുന്നവനെ ഷഹീദാക്കാൻ ഞങ്ങൾ വിചാരിക്കണത്? അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കണത്? നമ്മളൊന്നും ചരിത്രം അന്വേഷിക്കൂല, നിങ്ങൾ പറയുന്നത് കേട്ട് ഉത്തർക്കുന്നതാണോ? ഇത്ര കൃത്യമായി ഒരു സമൂഹത്തെ, സമുദായത്തെ ആക്ഷേപിക്കാൻ, ഇല്ലാതെയാക്കാൻ എന്തൊരു പാർട്ടിയാണോ നിങ്ങളെ പാർട്ടി?